മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട മൂന്നാമത് പാർലമെന്റ് സീറ്റ് നൽകാത്തതിൽ അമർഷം പുകയുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നിയമസഭാ സീറ്റിൽ 6 സീറ്റിന്റെ വ്യത്യാസം മാത്രമുള്ളപ്പോഴും ലോക്സഭയിലേക്ക് കേവലം 2 സീറ്റിൽ ഒതുക്കിയത് നീതികേടെന്ന വിലയിരുത്തലിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. UDFിലെ പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ മൂന്നാമതൊരു സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മുസ്ലിം ലീഗ്. നിയമസഭയിൽ ഒരു സീറ്റ് പോലുമില്ലാത്ത RSPക്ക് പോലും ലോക്സഭയിലേക്ക് സീറ്റ് നൽകുന്ന UDF 15 MLAമാരുള്ള മുസ്ലിം ലീഗിന് നൽകുന്നത് കേവലം 2 സീറ്റ് മാത്രം. 2001 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 63 സീറ്റ് കോൺഗ്രസിന് കിട്ടിയപ്പോൾ 16 സീറ്റായിരുന്നു മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. പിന്നീട് UDF അധികാരത്തിലെത്തിയ 2011 ലീഗിന് 20 സീറ്റ് കിട്ടി. അന്ന് കോൺഗ്രസിന് 38 സീറ്റാണ് ലഭിച്ചത്. 2021 പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗിന് 15 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ വളർച്ച താഴോട്ട് വന്ന് 21 സീറ്റ് മാത്രമായി. കേവലം 6 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ നിയമസഭയിലുള്ളത്. 63ഉം 16ഉം നിന്നിരുന്ന സമയത്ത് 47 സീറ്റിന്റെ വ്യത്യാസമുണ്ടായിരുന്നപ്പോൾ ലീഗിന് UDF മുന്നണിയിൽ 2 പാർലമെന്റ് സീറ്റുണ്ട്. ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ കേവലം 6 സീറ്റിന്റെ വ്യത്യാസം മാത്രമുള്ളപ്പോഴും ലോക്സഭയിലേക്ക് 2 സീറ്റ് മാത്രമാണുള്ളത്. നേതൃത്വം താൽക്കാലികമായി കിട്ടിയ രാജ്യസഭാ സീറ്റിൽ ഒതുങ്ങുമ്പോൾ കടുത്ത അമർഷത്തിലാണ് സാധാരണ പ്രവർത്തകർ. കൈരളി ന്യൂസ്, മലപ്പുറം.